CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശുനാഥൻ പിറവിയെടുത്ത ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. തിരുപ്പിറവിയെ വരവേൽക്കാൻ ജയൻ പാതാക്കരയും അശോകൻ കല്ലുംപുറവും ചേർന്നൊരുക്കിയ ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ പ്രകാശനം നടത്തി. അനുഗ്രഹീത മാതാവ് എന്ന പേരിൽ പുറത്തിറക്കിയ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. നാടെങ്ങും ക്രിസ്തുമസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. ചാവക്കാട് മണത്തലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 25 കോഴികൾ ചത്തു. മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ വളർത്തുകോഴികളാണ് ചത്തത്. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തും കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭക സഭ നടത്തി. സംരംഭക വർഷം 2024-25 പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെ യോഗമാണ് നടത്തിയത്. കുന്നംകുളം നഗരസഭ 31-ാം വാർഡിലെ അഞ്ഞൂർക്കുന്ന് 109 നമ്പർ അംഗൻവാടി കെട്ടിടം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ കുതിരപ്പാടം പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തു തുടങ്ങി. 80 ഏക്കർ പാടശേഖരത്ത് ഉമ്മവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. ഗുരുവായൂർ ക്രിയേറ്റീവ് കൾച്ചറൽ സെന്റർ 879ാമത് പരിപാടി കോട്ടയം സുരഭി അവതരിപ്പിക്കുന്ന 5 പ്രഭാത നടത്തക്കാർ എന്ന നാടകത്തിന്റെ അവതരണം വെള്ളിയാഴ്ച നടക്കും. ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈകിട്ട് 7-നാണ് പരിപാടി. ദേശീയ ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. നയിച്ചേതനയുടെ ഭാഗമായി സംഘടിപ്പിച്ച കാർണിവലിൽ സ്ത്രീധനവും സ്ത്രീകളുടെ സ്വത്തവകാശവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടിന് തുടക്കമായി. പുരസ്കാര നിറവിൽ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിനുള്ള പുരസ്കാരം കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് യൂണിറ്റിന് ലഭിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ നയിച്ചേതന ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധന്റെ അധ്യക്ഷതയിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്ററിലെ മുഴുവൻ മാർത്തോമ ഇടവകകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള 22ാമത് കൺവെൻഷൻ ഡിസംബർ 26 മുതൽ 29 വരെ അക്കിക്കാവ് ദീനബന്ധു മിഷനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അധിക്ഷേപിച്ചതിനെതിരെയും പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ കാഷ്വാലിറ്റി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ഫ്ളാഷ് മോബ് നടത്തി. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CMP ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാണിപ്പയൂർ പവർ ഹൌസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റഖീബ് അണ്ടത്തോട്, സെക്രട്ടറിമാരായ സുലൈഖ അസീസ്, CM ഷെരീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷമീറ നാസർ, ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ എന്നിവർക്ക് സ്വീകരണം നൽകി. ചാവക്കാട് പഞ്ചാരമുക്കിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലുവായി ചക്കംകണ്ടം സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ 70 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.